ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രൂത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് നാം ധ്യാനിച്ചും ചിന്തിച്ചും വരുന്നത്. രൂത്തിൻ്റെ പുസ്തകം കയ്പിൽ നിന്ന് മധുരത്തിലേക്കും കയ്പിൽ നിന്ന് അനുഗ്രഹത്തിലേക്കും വന്ന പുസ്തകമാണ് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ഫ്രം ബിറ്റർനെസ് ടു ബ്ലെസ്സഡ്നെസ്, ഫ്രം ബിറ്റർനെസ് ടു സ്വീറ്റ്നെസ്. ദൈവത്തിന് സ്തോത്രം. രൂത്തിൻ്റെ പുസ്തകം ഒരു ലവ് സ്റ്റോറിയാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. രൂത്തിൻ്റെ പുസ്തകം ഒരു പ്രണയ കഥയാണ് എന്ന് പറഞ്ഞു. എന്നാൽ അത് ഒരു ഹാർവെസ്റ്റ് സ്റ്റോറിയുമാണ്. ഹാർവെസ്റ്റ്, വിളവെടുപ്പിൻ്റെ കഥയാണ്. വലിയ വിളവെടുപ്പ്. ക്ഷാമം മാറി വിളവെടുപ്പ് കിട്ടി. ക്ഷാമം മാറി സമൃദ്ധി കിട്ടി. ഫ്രം ഫാമിൻ ടു ഫുൾനെസ്, ഫ്രം ഫാമിൻ ടു ഫീസ്റ്റ്. ക്ഷാമം മാറി ഫുൾനെസ് കിട്ടി, നിറവ് കിട്ടി. ക്ഷാമം മാറി സമൃദ്ധി കിട്ടി, സമർത്ഥമായ ഭോജനം കിട്ടി. ദൈവത്തിന് സ്തോത്രം. അതൊരു ഹാർവെസ്റ്റ് സ്റ്റോറിയാണ്. ഹാർവെസ്റ്റ് സ്റ്റോറി. ഹാർവെസ്റ്റ്, വലിയ വിളവെടുപ്പിൻ്റെ കഥ. വലിയ വിളവെടുപ്പാണ് കിട്ടിയത്, വലിയ വിളവെടുപ്പ്. രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-ാം വാക്യത്തിൽ നാം കാണും വിശ്രമത്തിൻ്റെ കാര്യം. വിശ്രമം ലഭിക്കുമെന്നാണ്.
ഇന്ന് നമുക്ക് ആർക്കും വിശ്രമമില്ല. നമ്മുടെ മനസ്സ് വിശ്രമമില്ലാതെ അഴലുകയാണ്. ഒരിക്കലും സ്വസ്ഥതയില്ല. ടെൻഷനെന്നും ഫ്രസ്ട്രേഷനെന്നും മറ്റും പറയുന്ന ചില പ്രതിഭാസങ്ങൾ നമ്മുടെ ജീവിതത്തെ ഇന്ന് കൈയടക്കിയിരിക്കുകയാണ്. ടെൻഷൻ, ഫ്രസ്ട്രേഷൻ, നൈരാശ്യം ബാധിച്ചിരിക്കുന്നു. ഒരിക്കലും ഒരു സ്വസ്ഥതയില്ല. മനുഷ്യ മനസ്സ് ആകുലതയിൽ വലയുകയാണ്. മനുഷ്യ മനസ്സ് ആവലാതി കൊണ്ട് വിങ്ങുകയാണ്. എന്നാൽ രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കൂ. അപ്പോൾ കാണാം, രൂത്തിൻ്റെ അമ്മാവിയമ്മയായ നവോമി രൂത്തിനോട്, മരുമകളോട് പറയുകയാണ്. അനന്തരം അവളുടെ അമ്മാവിയമ്മയായ നവോമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടയോ? മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടയോ? ഒരു വിശ്രാമസ്ഥലം, എ ഗ്ലോറിയസ് റെസ്റ്റിംഗ് പ്ലേസ്, മഹത്വപൂർണ്ണമായ ഒരു വിശ്രമസ്ഥലം നിനക്ക് വേണ്ടി ഞാൻ അന്വേഷിക്കേണ്ടയോ? നല്ലൊരു വിശ്രമസ്ഥലം. ഇത്രയും കാലം അഴലാർന്ന് ഉഴലുകയായിരുന്നു. ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോയി, മോവാബിൽ നിന്ന് വീണ്ടും ബേത്ലഹേമിലേക്ക് വന്നു. അവിടെയും സ്വസ്ഥതയില്ല. യവക്കൊയ്ത്തിൻ്റെ വയലിലേക്ക് ഇറങ്ങിച്ചെന്നു. വയലിൽ കൊയ്യാൻ അറിഞ്ഞുകൂടാ രൂത്ത് കൊയ്യുന്നവരുടെ പിറകെ നടക്കുന്നു. പിടുത്താൾ പെറുക്കിയെടുക്കുന്നു. അവരുടെ കറ്റയിൽ നിന്ന് ഊർന്നു വീഴുന്നതെല്ലാം പെറുക്കിയെടുക്കുന്നു. കഷ്ടപ്പാടും ദുരിതവും ബദ്ധപ്പാടും ജോലി തിരക്കും തന്നെ. എന്നാൽ മോളെ, എന്നും ഇങ്ങനെ ഒരു ജോലി തിരക്കുണ്ടോ? എന്നും ഇങ്ങനെ കഷ്ടപ്പാട്? നിനക്കൊരു വിശ്രമം വേണ്ടേ? അമ്മ മോളോട് ചോദിക്കുകയാണ്. എത്ര ആർദ്രതയുള്ള വാക്കുകൾ! ആ വാക്ക് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. മകളെ, ഒരമ്മയും മരുമോളെ വിളിക്കുന്ന വാക്കാണ്. മോളെ, സ്നേഹത്തോടെ വിളിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹം. എവിടെ ബിറ്റർനെസ് മാറണമോ അവിടെ സ്നേഹം വരണം. സ്നേഹം വന്നാൽ ബിറ്റർനെസ് മാറും. സ്നേഹം. ഈ നവോമിയുടെ ജീവിതത്തിൽ അബദ്ധം പറ്റിയാണ് തെറ്റായൊരു ചുവടുവെപ്പിലേക്ക് പോയത്. എ റോങ് സ്റ്റെപ്പ് ആൻഡ് എ റോങ് ഡിസിഷൻ. തെറ്റായൊരു സ്റ്റെപ്പ് എടുത്തു. മോവാബിലേക്ക് ഇറങ്ങിപ്പോയത്. അപ്പത്തിൻ്റെ വീടായ ബേത്ലഹേമിൽ നിന്ന് കലഹത്തിൻ്റെ ദേശമായ മോവാബിലേക്ക് പോയത് തെറ്റായൊരു ചുവടുവെപ്പായിരുന്നു. അത് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതാണ്. എന്നാൽ നവോമിയുടെ ജീവിതത്തിൽ ഒരു ഗുണമുണ്ടായിരുന്നു. നവോമിയുടെ ജീവിതത്തിൽ സ്നേഹം എന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്തെല്ലാം പാകപ്പിഴകൾ വന്നെങ്കിലും എല്ലാം സ്നേഹത്തിൽ മുങ്ങിപ്പോകും. നിഷ്കളങ്ക സ്നേഹം, നിർമ്മല സ്നേഹം. സ്നേഹമെന്ന ഒരു വികാരം അത് നമ്മുടെ ഒരു കൈമുതലായിരിക്കട്ടെ, നമ്മുടെ സ്വത്തായിരിക്കട്ടെ. സ്നേഹമുണ്ടെങ്കിൽ അവിടെ വിനയമുണ്ട്. സ്നേഹമുണ്ടെങ്കിൽ അവിടെ ക്ഷമയുണ്ട്. സ്നേഹമുണ്ടെങ്കിൽ അവിടെ വിട്ടുവീഴ്ച മനോഭാവമുണ്ട്. സ്നേഹമുണ്ടെങ്കിൽ അവിടെ ഐശ്വര്യമുണ്ട്. ഒരു വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് എന്താണ്? വീടിൻ്റെ ഐശ്വര്യം ആ വീട്ടിലെ സ്നേഹമാണ്. ആ വീട്ടിലുള്ളവർ പരസ്പരമുള്ള സ്നേഹമാണ്. ആ കൂറിണക്കമാണ്. നല്ല സൗഭാഗ്യമുള്ള കുടുംബജീവിതം എന്ന് പറയുന്നത് എന്താണ്? സൗഭാഗ്യമുള്ള കുടുംബജീവിതം, സ്നേഹമുള്ള കുടുംബജീവിതം. ഭാര്യയും ഭർത്താവും ഒരു ഹൃദയം, ഒരു മനസ്സ്, ഒരു ലക്ഷ്യം, ഒരേ ഒരു ലാക്ക്, രണ്ടുപേരുടെയും ചിന്താഗതികൾ ഒന്ന്. അവിടെ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ നിസ്സാരമായ ചില പൊരുത്തക്കേടുകൾ വന്നാലോ അതെല്ലാം സ്നേഹത്തിൽ മുങ്ങിപ്പോകും. ഐക്യത്തിൽ ഒന്നായിത്തീരും. സ്നേഹത്തിൽ മുങ്ങിപ്പോകണം. സ്നേഹത്തിൻ്റെ ഒരു മഹാനദിയിലൂടെയുള്ള പ്രവാഹമാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതം. അതിന് നാം തയ്യാറാകണം. സ്നേഹം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ സ്നേഹം തരണമേ. ഇന്ന് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിലെല്ലാം ദോഷമായി കാണുന്ന ഒരു പ്രവണതയാണുള്ളത്. ദോഷമായിട്ടേ കാണൂ. എന്ത് കണ്ടാലും ദോഷം മാത്രം ചിന്തിക്കും. അവിടെ തിന്മ മാത്രം കാണും. സിനിക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ദോഷൈക ദൃക്കുകൾ. ദോഷം മാത്രമേ കാണൂ. ഏതൊരു നല്ല കാര്യം കണ്ടാലും അതിനപ്പുറം ദോഷമേ കാണൂ. ഏതൊരു നല്ല കാര്യം നോക്കിയാലും അവിടെ ഒരു ദോഷം മാത്രം കാണും. അതായിരിക്കരുത് നാം ഓരോരുത്തരും. വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നാം എവിടെയും എന്ത് നന്മയുണ്ട് എന്ന് കാണാൻ നോക്കണം. ദോഷൈക ദൃക്കുകളാകരുത്, സിനിക്സ് ആകരുത്. നേരെ മറിച്ച് നന്മയെന്തുണ്ട് എന്ന് നോക്കണം. ആ നന്മ നാം സ്വാംശീകരിക്കണം. ആ നന്മ നാം സ്വന്തമാക്കണം. എവിടെയുമുള്ള നന്മകൾ നാം സ്വീകരിക്കണം. നവോമി മരുമോളെ സ്നേഹിക്കുന്നു. രൂത്തിനെ ഉള്ളഴിഞ്ഞ് സ്നേഹിക്കുന്നു. ഓരോ ഭാഗത്ത് വായിക്കുമ്പോൾ കാണും, കേട്ടോ മോളെ, മകളെ. എപ്പോഴും ഈ അമ്മ ആ മരുമോളെ മോളെ എന്നാണ് വിളിക്കുന്നത്. ശ്രദ്ധിച്ചാൽ കാണാം. നിങ്ങൾക്കൊരു പാഠം തരാൻ വേണമെങ്കിൽ നിങ്ങൾ രൂത്തിൻ്റെ പുസ്തകം വായിച്ചിട്ട് അമ്മ മരുമോളെ വിളിക്കുന്ന, മകളെ എന്ന് വിളിക്കുന്ന അത് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യൂ. ഇപ്പോഴല്ല, നിങ്ങൾ പോയിരുന്ന് അങ്ങനെയാണ് വേദപുസ്തകം പഠിക്കുന്നത്. അതിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഉൾപ്പുളകം കൊള്ളാൻ പറ്റും.
നിങ്ങൾക്ക് ഹൃദയത്തിൽ സന്തോഷിച്ച് പുളകിതരാകാൻ സാധിക്കും. കാരണം വേദപുസ്തകത്തിൽ ആ സ്നേഹത്തിൻ്റെ മാതൃക നാം കാണുകയാണ്. അമ്മയും പറയണം, കേട്ടോ മോളെ, എന്ന് നമുക്ക് ഈ കഷ്ടപ്പാട് പറ്റുമോ? നമുക്കൊരു നല്ല കാലം വേണ്ടേ? നമുക്കൊരു വിശ്രമം വേണ്ടേ? കേട്ടോ മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടയോ? അമ്മായിയമ്മ മരുമോൾക്ക് വേണ്ടി കരുതുകയാണ്. മരുമോൾക്ക് അവൾക്കൊരു വിശ്രമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ക്ഷമിക്കണം, പല അമ്മായിയമ്മമാരും മരുമക്കൾക്ക് ബദ്ധപ്പാടുകൾ കൊടുക്കുന്നവരാണ്. അവരെ കൊണ്ട് കഠിനമായി ദാസ്യവേല ചെയ്യിക്കുന്നവരുമുണ്ട്. അവർക്കൊരു വിശ്രമം കൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തുന്നവരുണ്ട്. അവരെ ഞെളിവിരിക്കൊള്ളുമാറ് വലയ്ക്കുന്നവരുണ്ട്. അവർ വലഞ്ഞു പോകുന്നതിൽ അല്പം പോലും പ്രയാസമില്ലാത്ത അമ്മായിയമ്മമാരുണ്ട്. മരുമക്കളുണ്ട് കേട്ടോ, ക്ഷമിക്കണം, മരുമക്കളും അമ്മായിയമ്മമാരെ കഷ്ടപ്പെടുത്തുന്നവരുണ്ട്. നമ്മുടെ ഭവനങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? നിങ്ങൾക്കിതൊരു മാതൃകയാക്കി എടുക്കാമോ? ഈ വേദപുസ്തകത്തിലെ ഈ പുസ്തകം, രൂത്തിൻ്റെ പുസ്തകം. എന്നിട്ട് എൻ്റെ കർത്താവേ, സ്നേഹത്തിൻ്റെ നിറകുടം ചൂടുന്ന അനുഭവത്തിൽ എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബത്തെ നീ മാറ്റിത്തരണം. എൻ്റെ കുടുംബത്തിൽ ഐക്യം പുലരണം. എൻ്റെ കുടുംബത്തിൽ സന്തോഷം വളരണം. അവിടെ ഒരു സംതൃപ്തി ഉണ്ടാകണം. അവിടെ പൊട്ടിച്ചിരികളും സന്തോഷത്തിൻ്റെ വർത്തമാനങ്ങളും ഉണ്ടാകണം. അവിടെ ഐക്യം ഉണ്ടാകണം. അവിടെ സ്നേഹം ഉണ്ടാകണം. സ്നേഹം കൊണ്ട് ആ അനുഗ്രഹത്തിൻ്റെ ബന്ധാവിലേക്ക് എല്ലാവരെയും നയിക്കാൻ നമുക്ക് സാധിക്കണം. അമ്മായിയും പറഞ്ഞു, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടയോ? നിനക്ക് നന്നായിരിക്കേണ്ടതിന്. മരുമോൾ നന്നാകാൻ അമ്മായിമ്മ ആഗ്രഹിക്കുന്നു. മരുമോളുടെ സന്തോഷമാണ് അമ്മായിമ്മയുടെ സന്തോഷം. ഇന്ന് അനേകം അമ്മമാരും മകനും മകളും കൂടി ഒന്ന് മിണ്ടിക്കൊണ്ടിരിക്കുന്നത് പോലും ഇഷ്ടമല്ല. മകനും മകളും കൂടി ഒരു യാത്ര പോകുന്നത് ഇഷ്ടമല്ല. മകനും മകളും കൂടി ഒരു ഷോപ്പിങ്ങിന് പോകുന്ന പോലും ഇഷ്ടമല്ല. മകനും മകളും ഒന്ന് ഒരുമിച്ചിരുന്ന് ചിരിക്കുന്ന ഇഷ്ടമല്ല. അവർ സന്തോഷിക്കുന്ന ഇഷ്ടമല്ലാത്ത അമ്മമാരുണ്ട്. പലരുടെയും മനോഭാവം ക്രൈസ്തവമല്ല, ക്രിസ്തീയമല്ല, ക്രിസ്തു വെറുക്കുന്നതാണ്. ദയവായി നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ മരുമക്കളെ സ്നേഹിക്കൂ, അവർക്ക് വേണ്ടി കരുതൂ. നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടയോ? ഈ അമ്മായിയമ്മ അന്വേഷിച്ച വിശ്രമസ്ഥലം ഏതാണ്? നമുക്ക് വായിക്കാം. 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിത്തിരിഞ്ഞു, തൻ്റെ കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ടു. നീ ആരെന്ന് അവൻ ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. രൂത്തിന് കിട്ടിയ വിശ്രമസ്ഥലം ബോവസിൻ്റെ പാദപീഠമാണ്. അമ്മായിയമ്മ പറഞ്ഞു കൊടുത്തു, മോളെ, നീ ബോവസിൻ്റെ കാൽക്കൽ ചെന്ന് കിടക്കുക. നീ ബോവസിൻ്റെ കാൽക്കൽ ചെന്ന് അഭയം പ്രാപിക്കുക. ബോവസിൻ്റെ കാൽക്കൽ, വീണ്ടെടുപ്പുകാരനായ ബോവസിൻ്റെ കാൽക്കൽ നീ അഭയം പ്രാപിക്കുക. എങ്കിൽ നിനക്ക് നന്നായി വരും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, സാക്ഷാൽ വിശ്രമസ്ഥലം ക്രിസ്തുവിൻ്റെ പാദപീഠമാണ്. എല്ലാ ചുമടുകളും കെട്ടിക്കൊണ്ടുവന്ന് അവിടെ നമുക്ക് കൊണ്ടുവന്ന് വെച്ച് നമുക്ക് ആശ്വാസം പ്രാപിക്കാം. ചുമടുകൾ, ഒട്ടേറെ ഭാരങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഈ ചുമടുകളെല്ലാം പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകളുണ്ട്, ദുരിതത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകളുണ്ട്, യാതനകളുടെയും വേദനകളുടെയും ഭാണ്ഡക്കെട്ടുകളുണ്ട്, രോഗത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകളുണ്ട്, കടത്തിൻ്റെ വലിയ പ്രാരബ്ധങ്ങളും ഭാരങ്ങളുമുണ്ട്. ഇതെല്ലാം ചുമന്നുകൊണ്ട് വന്ന് എല്ലാം കഷ്ടപ്പെട്ട് ചുമന്നു കൊണ്ടുവന്ന് കുരിശിൻ്റെ ചുവട്ടിലേക്ക് വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്ന പുസ്തകം പരദേശി മോക്ഷയാത്ര എന്ന പേരിൽ മലയാളത്തിലുണ്ട്. നാം വായിക്കേണ്ട പുസ്തകമാണ്. പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകത്തിൽ ജോൺ ബെനിയൻ എന്ന് പറയുന്നതിൻ്റെ ഗ്രന്ഥകാരൻ വളരെ മനോഹരമായ ഒരു സംഭവം വിവരിച്ചിട്ടുണ്ട്. അതിൽ ആലങ്കാരിക ഭാഷയിലാണ് അത് കഥാപാത്രങ്ങളുടെ പേര് പോലും കൊടുത്തിരിക്കുന്നത്. അതിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നൊരു കഥാപാത്രം, ക്രിസ്ത്യാനി എന്ന കഥാപാത്രം, ഈ കഥാപാത്രം അദ്ദേഹം വലിയൊരു ഭാണ്ഡക്കെട്ട് ചുമന്നുകൊണ്ട് പോവുകയാണ്. കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്, നിലവിളിച്ചുകൊണ്ടാണ് പോകുന്നത്. വലിയൊരു ചുമട് ആ പാവം ക്രിസ്ത്യാനിയുടെ ചുമലിലുണ്ട്. വലിയൊരു ഭാരം, പാവത്തിന് നടക്കാൻ വയ്യ, ക്ഷീണിച്ചു പോകുന്നു. വലിയ ഭാരം. അത് പാപത്തിൻ്റെ ഭാരമാണ്, അത് ആകുലതയുടെ ഭാരമാണ്, അത് ദുഃഖത്തിൻ്റെ ഭാരമാണ്. ഈ പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ടും പേറിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? മോക്ഷപട്ടണത്തിലേക്കുള്ള യാത്രയാണ്. നാശപട്ടണത്തിൽ നിന്ന് മോക്ഷപട്ടണത്തിലേക്കുള്ള യാത്ര. ഈ ലോകത്തിലെ നാശപട്ടണത്തിൽ നിന്ന് നിത്യജീവൻ്റെ മോക്ഷപട്ടണത്തിലേക്കുള്ള യാത്ര. ആലങ്കാരിക ഭാഷയിൽ, അലിഗറി എന്ന് ഇംഗ്ലീഷിൽ പറയും, അലിഗോറിക്കലായിട്ട് ആലങ്കാരിക ഭാഷയിൽ അത് എഴുതപ്പെട്ടൊരു പുസ്തകമാണ് പിൽഗ്രിംസ് പ്രോഗ്രസ്, പരദേശി മോക്ഷയാത്ര. മനുഷ്യൻ, ക്രിസ്ത്യാനി, ഇത് ചുമന്നുകൊണ്ട് പോവുകയാണ്. ചുമന്നുകൊണ്ട് പോകാൻ കാരണം എന്താണ്? അദ്ദേഹത്തിന് ഒരു മനുഷ്യൻ കൊണ്ടുവന്നൊരു എഴുത്ത് കൊടുത്തു. ആ മനുഷ്യൻ്റെ പേര് ഏവങ്കേലിസ്തൻ എന്നാണ്, സുവിശേഷകൻ. സുവിശേഷകൻ ഒരറിയിപ്പ് കൊടുത്തു. ആ എഴുത്തിൽ, നീ ഇപ്പോൾ പാർക്കുന്ന നാട് നാശപട്ടണമാണ്, നീ മോക്ഷമഠത്തിലേക്ക് വേഗം പൊയ്ക്കൊള്ളണം, ഇല്ലെങ്കിൽ ഈ നാട് നശിക്കും, നീയും നശിക്കും, അത് ഇടവരാതെ നീ വേഗം പൊയ്ക്കൊള്ളണം. ക്രിസ്ത്യാനി പോകുമ്പോൾ ക്രിസ്ത്യാനിയുടെ ഭാര്യയായ ക്രിസ്തീന എന്നാണ് അവളുടെ പേര്, ക്രിസ്തീന പറഞ്ഞു, നിങ്ങൾ എന്തോ അധ്വാനി കാണിക്കുന്നത്?
നിങ്ങൾ ഈ വിഡ്ഢിത്തം കാണിക്കല്ലേ. ഇങ്ങനെയൊക്കെ പലരും പറയും. ഏവങ്കലിസ്തൻ എന്ന് പറഞ്ഞ മനുഷ്യൻ അവനാരാണ്? അവൻ പറഞ്ഞൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ക്രിസ്റ്റീന ഭർത്താവിനെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ ഭാര്യ കരഞ്ഞ് പറഞ്ഞിട്ടും ശ്രദ്ധിക്കാതെ, മക്കൾ വേദനിച്ച് നിലവിളിച്ചിട്ടും ശ്രദ്ധിക്കാതെ ക്രിസ്ത്യാനി ഈ വലിയ ഭാണക്കെട്ടും പേറിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ക്രിസ്ത്യാനിയുടെ ചുമലിങ്ങനെ താണിരിക്കുന്നു. കാരണം വലിയ ചുമട്, ഭാരം, പാപത്തിൻ്റെ ഭാരം. പാപത്തിൻ്റെ ഭാരവും പേറിപ്പോകുന്ന ക്രിസ്ത്യാനി കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു വലിയ കുന്ന് കയറണം. വലിയ കുന്ന്. എങ്ങനെ കയറും ഞാൻ ഈ കുന്ന്? ഈ കുന്ന് എങ്ങനെ കയറും? ഈ വലിയ ഭാരം എൻ്റെ തലയിലിരിക്കുന്നല്ലോ. എൻ്റെ ചുമലിലെ വലിയ ഈ ഭാണക്കെട്ട് വെച്ചുകൊണ്ട് എങ്ങനെ കയറും? വിഷമിച്ച് പ്രാഞ്ചി പാവം കിതച്ച് വേച്ച് ആ കുന്ന് കയറി. അവിടെ ചെന്നപ്പോഴുണ്ട് അവിടെ ഒരു കുരിശ്. ഈ കുരിശിൻ്റെ ചുവട്ടിൽ വന്നു. അത് കഴിഞ്ഞു. കുരിശിൻ്റെ ചുവട്ടിൽ അവിടുത്തെ സ്റ്റെപ്പ് വെച്ചു, അടുത്ത ചുവട് വെച്ചു. അപ്പോൾ ഈ ഭാരം കാണാനില്ല. അവിടെ വെച്ച് ഈ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് ഈ ഭാണക്കെട്ടങ്ങ് ഊർന്നു പോയി. ചുമലിൽ നിന്ന് മാറിപ്പോയി. ഇപ്പോൾ ക്രിസ്ത്യാനി നിവർന്ന് ദൈവത്തെ സ്തുതിച്ചു. പിന്നെ ഭാണക്കെട്ടില്ലാതെയുള്ള യാത്രയാണ്. സഹോദരങ്ങളെ, അനേകരുടെ ജീവിതത്തിൽ ഇന്നുള്ള ഈ ജീവിതം ബിസി എന്ന് പറയുന്നുണ്ടല്ലോ, ജീവിതം വളരെ കഷ്ടപ്പാടെന്ന് പറയുന്നുണ്ടല്ലോ. ഏറ്റവും വലിയ കഷ്ടപ്പാട് പാപത്തിൻ്റെ ഭാണക്കെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പാപഭാരം. ദൈവത്തിന് സ്തോത്രം. അനേകരുടെ മേലെ ഈ പാപത്തിൻ്റെ ഭാരമുണ്ട്. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളെ അലട്ടുന്ന പാപങ്ങളില്ലേ? ചില ഓർമ്മകൾ നിങ്ങളെ വേട്ടയാടുന്നില്ലേ? പണ്ട് വരുത്തി വെച്ച ചില വിനകൾ നിങ്ങളെ വേട്ടയാടുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ചില ചെറുപ്പക്കാരിന്ന് ഈ ഈയാമ്പാറ്റകൾ തീയിൽ ചെന്ന് വീഴുന്നത് പോലെ ചില പാപങ്ങൾ ചെന്ന് കുടുങ്ങുന്നു. ഞാൻ ഭയത്തോടെ പറയട്ടെ, ചില ചെറുപ്പക്കാർ സാത്താന്യ സേവയിൽ ചെന്ന് കുടുങ്ങുന്നു. സാത്താന്യ സേവയിൽ അവിടെ പോകുന്നില്ല. അത് ഇൻ്റർനെറ്റിൽ കടന്ന് ആ സാത്താന്യ സേവ എന്താണെന്ന് നോക്കി അതുമൂലം ചില ബാധകളിൽപ്പെട്ട് ഉഴലുന്ന ചെറുപ്പക്കാരുണ്ട്. ചില ബാധകളിൽപ്പെട്ട് ഉഴലുന്നു. അയ്യോ വേണ്ടായിരുന്നു, കാണണ്ടായിരുന്നു, ആ സൈറ്റിൽ പോകണ്ടായിരുന്നു, ആ ചിത്രം കാണണ്ടായിരുന്നു, സാത്താന്യ സേവയെക്കുറിച്ച് എന്താണെന്ന് നോക്കാനെന്ന് നോക്കിയതാണ്. അയ്യോ ആ ബാധ വിട്ടുപോകുന്നില്ല, ഭാരത്തോടിരിക്കുന്നു. അനേകം ആളുകൾ ഇന്ന് വേണ്ടാതനത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. വേണ്ടാത്ത സൈറ്റിൽ ചെന്ന് അത് ഹൃദയത്തിൽ പതിഞ്ഞു പോകുന്നു. ആ വേണ്ടാത്ത ചിത്രങ്ങൾ മനസ്സിൽ നിന്ന് മാറുന്നില്ല. എപ്പോഴും കണ്ണടച്ചാലും തുറന്നാലും അത് വന്ന് നിൽക്കുന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ബാധയായി വന്ന് വേട്ടയാടുന്നു. ഹൃദയത്തിൽ സ്വസ്ഥതയില്ല. പാപത്തിൻ്റെ ഭാരം, പാപത്തിൻ്റെ ഭാണക്കെട്ടുകൾ ഇന്ന് അനേകരുടെ ചുമലിരിക്കുകയാണ്. സ്നേഹിതരെ, നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പാപഭാരം മാറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വന്നുപോയ പാപങ്ങളെ ഓർത്തുള്ള ഓർമ്മകൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോയാൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പാപങ്ങൾ വന്നുപോയല്ലോ, കർത്താവേ ഞാൻ എവിടെ ചെന്നതില്ല ഇറക്കി വയ്ക്കും, എന്ത് ചെയ്യും? പ്രസംഗങ്ങളിൽ കേൾക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ ഭാരം മാറുന്നില്ല, ചുമട് മാറുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് വചനം സംസാരിക്കുന്നിടത്ത്, വചന ശുശ്രൂഷ നടക്കുന്നിടത്ത്, പരിശുദ്ധാത്മാവ് നടത്തുന്ന വചന ശുശ്രൂഷയുടെ അരികത്തേക്ക് നിങ്ങൾ ഓടി വരിക. അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ നിലവിളിച്ചു കൊണ്ടിരിക്കുക, കർത്താവേ ഈ ബാധയിൽ നിന്ന് മാറ്റണമേ, ഈ പാവഭാണ്ഡയിൽ നിന്ന് മാറ്റണമേ, ഈ പാപക്കെട്ടൻ്റെ തലമേൽ നിന്ന് മാറ്റണമേ. കർത്താവേ എനിക്ക് വയ്യായി, ചുമട് ചുമന്ന് ഞാൻ വലഞ്ഞല്ലോ, എൻ്റെ കർത്താവേ പാപത്തിൻ്റെ ഓർമ്മകൾ എന്നെ വേട്ടയാടുന്നല്ലോ, പാപത്തിൻ്റെ ഭീകരമായ യാതനകൾ എന്നെ പിന്തുടരുന്നല്ലോ. കർത്താവേ എനിക്കിത് മാറ്റി തരണമേ. എന്നെ വേട്ടയാടുന്ന സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന്, ദുരാത്മാക്കളുടെ പിടിയിൽ നിന്ന് എനിക്ക് മോചനം തരണമേ. ദുഷ്ടപിശാചുക്കൾ എൻ്റെ പിന്നാലെ വരുന്നല്ലോ, ദുഷ്ടപിശാചുക്കൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നല്ലോ. നാഥ, എൻ്റെ പാപത്തിന് ചിന്തകൾ എന്നിൽ നിന്ന് മാറാതെ നിൽക്കുന്നല്ലോ. ഞാൻ എത്ര ശ്രമിച്ചിട്ട് മാറുന്നില്ലല്ലോ. ഈ ഭീകരബാധ എനിക്ക് മാറ്റി തരണമേ, ഭീകരബാധ എന്നിൽ നീക്കി തരണമേ. ചിലരോടുള്ള വൈരാഗ്യം മാറുന്നില്ലല്ലോ, അതെനിക്ക് മാറ്റി തരണമേ. ചിലരോടുള്ള പകയും വിദ്വേഷവും എൻ്റെ ഹൃദയത്തിൽ പോകുന്നില്ലല്ലോ, എൻ്റെ ഹൃദയത്തിൽ ക്ഷമിക്കാൻ സാധിക്കുന്നില്ലല്ലോ, അതെനിക്ക് മാറ്റി തരണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. കാണാം നിങ്ങളുടെ മുൻവിധികൾ മാറുന്നത്, കാണാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാപക്കെട്ടുകൾ പോകുന്നത്, കാണാം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പാപത്തിൻ്റെ ഭാരങ്ങൾ മാറുന്നത്. എല്ലാം യേശു ഏറ്റെടുക്കും. കുരിശിൻ ചുവട്ടിലേക്ക് വരുമ്പോൾ എല്ലാം കൂടെ ഇറക്കി വയ്ക്കൂ. ദൈവത്തിന് സ്തോത്രം. കുരിശ് ഇതാ, നിങ്ങൾ ഗോകുൽത്താ വരെ പോകണ്ട, കാൽവറി വല വരെ യാത്ര ചെയ്യണ്ട. ഇപ്പോൾ കുരിശിതാ നിങ്ങൾ അരികത്ത് ഒന്നുകൊണ്ട് നാട്ടിയിരിക്കുകയാണ്. കുരിശിലെ രക്ഷകൻ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. കുരിശിൽ മരിച്ച രക്ഷകൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ. യേശുവേ, ഞാൻ അറിയുന്നു നീ എൻ്റെ അരികത്തേക്ക് വന്നിട്ടുണ്ടെന്ന്, ഞാൻ വിശ്വസിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൈശാചികൻ എന്നെ ചതിച്ചെങ്കിലും നാഥ എന്നെ വിടുവിക്കുവാൻ നീ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവമേ, നിൻ്റെ പാദപീഠത്തിലേക്ക് ഞാനിതാ വരുന്നു. ദൈവത്തോട് പറയുവീൻ,
ദൈവസന്നിധിയിൽ നിങ്ങൾ തീരുമാനമെടുക്കുവീൻ, ദൈവസന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കുവീൻ, ദൈവസന്നിധിയിൽ നിങ്ങൾ ഹൃദയം പകരുവീൻ, ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുവീൻ. പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകളെല്ലാം എല്ലാം നിങ്ങൾ ഇറക്കി വയ്ക്കൂ. വയ്യ കർത്താവേ, ചുമന്ന് ഞാൻ വിഷമിച്ചു, ഈ ഭാരം ചുമന്ന് ഞാൻ വലഞ്ഞുപോയി. നാഥാ, ഞാനിതാ വരുന്നു, എന്നെ നീ സ്വീകരിക്കണമേ. എൻ്റെ പാപഭാരങ്ങളെല്ലാം എന്നിൽ നീ മാറ്റിത്തരണമേ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴും പാപഭാരം വരാതെ ഇപ്പോഴും കല്ലിച്ച മനസ്സോടിരിക്കുന്നവരുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എനിക്ക് അത് ഇന്ന കാരണം കൊണ്ട് പാപം വന്നു, ഇന്ന കാരണത്താലാണ് പാപം വന്നത്, എന്നോട് അപ്രകാരം ചെയ്തപ്പോൾ എനിക്ക് കോപം വരാതിരിക്കുമോ? എന്നോട് അങ്ങനെ ദ്രോഹം ചെയ്തപ്പോൾ എനിക്ക് വൈരാഗ്യം വരാതിരിക്കുമോ? ഇങ്ങനെ ചില ചിന്തകൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് മാറ്റിയിട്ട് ന്യായീകരണങ്ങളെല്ലാം എറിഞ്ഞു മാറ്റുക. ദൈവത്തിന് സ്തോത്രം. എല്ലാ ന്യായീകരണങ്ങളും എല്ലാ ന്യായവാദങ്ങളും മാറ്റിക്കളഞ്ഞിട്ട്, നാഥാ, സാത്താനിൽ അവകാശം മുറുക്കിയിരിക്കുന്നു, അവൻ്റെ ബന്ധനം എൻ്റെ മേൽ മുറുകിയിരിക്കുന്നു, ഇപ്പോൾ എന്നെ വിടുവിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ. എനിക്ക് മോചനം തരണമേ എന്ന് പ്രാർത്ഥിക്കൂ. ന്യായങ്ങളെല്ലാം ദൂരെ എറിഞ്ഞു കളയൂ. എല്ലാ ന്യായവാദങ്ങളും മാറ്റിക്കളയൂ. മനുഷ്യരോടുള്ള ഇഷ്ടക്കുറവുകൾ മാറ്റിക്കളയൂ. മനുഷ്യരോടുള്ളതായ സ്നേഹക്കുറവുകൾ മാറ്റിക്കളയൂ. മനുഷ്യരോടുള്ളതായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിക്കളയൂ. അവരെന്നെ സ്നേഹിച്ചില്ല, അവരെന്നെ കരുതിയില്ല, അവരെൻ്റെ കാര്യം നോക്കിയില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടക്കുറവ് വന്നത് എന്നുള്ള ന്യായീകരണങ്ങൾ മാറ്റിക്കളയൂ. എന്നിട്ട് ഞാൻ തന്നെയാണ് പാപിയെന്ന് നിങ്ങൾ കണ്ടുപിടിക്കൂ. അങ്ങനെ നിങ്ങൾ വരുമ്പോൾ പാപഭാരം മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. പാപമോചനം തരാൻ അധികാരമുള്ളവൻ നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഓരോരുത്തരിക്കുന്നിടത്തേക്ക് അവൻ വന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെയെല്ലാമാണോ എന്ന് ഈ വചനങ്ങളെ കേൾക്കുന്നത്, ദയവായി ശ്രദ്ധിക്കൂ. നിങ്ങളുടെ അരികത്തേക്ക് പാപമോചനത്തിൻ്റെ കൃപയോടെ, പാപമോചനത്തിൻ്റെ അധികാരത്തോടെ, പാപമോചനത്തിനുള്ളതായ സ്നേഹത്തോടെ ഇതാ യേശുക്രിസ്തു നടന്നു വരുന്നു. അവൻ്റെ കൈകളിലെ തിരുരക്തം, അവൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലെ തിരുരക്തം നിങ്ങളുടെ പാപക്കറകൾ കഴുകുന്നതാണ്. ആ തിരുരക്തമെല്ലാം കഴുകപ്പെടും. ആ തിരുരക്തമെല്ലാം കഴുകി വെടിപ്പാക്കി തരും. കഴിഞ്ഞതെല്ലാം മാറ്റിത്തരും. നിങ്ങളുടെ മനോരോഗങ്ങൾ അപ്പോൾ മാറിക്കിട്ടും. നിങ്ങളുടെ ശാരീരിക രോഗങ്ങൾ മാറിക്കിട്ടും. പാപം ക്ഷമിക്കുമ്പോൾ രോഗം മാറും. പാപം ക്ഷമിക്കുമ്പോൾ പ്രശ്നങ്ങൾ മാറും. പാപം ക്ഷമിച്ച് കിട്ടുമ്പോൾ കടങ്ങൾ പോലും മാറും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. എത്രയോ പേരാണ് കടം കൊണ്ട് നടുകീർപ്പിട്ട് കഴിയുന്നത്, കടത്തിൽ വീർപ്പ് മുട്ടി കഴിയുന്നത്. എല്ലാം കർത്താവ് ഏറ്റെടുക്കും. പാപമോചനം തന്നു കഴിയുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ പ്രിയമക്കളായി തീർന്നു കഴിഞ്ഞു. ജീവനുള്ള പിതാവിൻ്റെ മക്കളായി തീർന്നു കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവരായി തീർന്നു കഴിയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ക്രിസ്തുവിൻ്റെ കാര്യമായി മാറും. നമ്മുടെ കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ കാര്യമായി മാറും. ആ ഭാഗ്യം നിങ്ങൾക്ക് വേണമോ? ഏൽപ്പിച്ചു കൊടുക്കൂ. പ്രിയപ്പെട്ടവരെ, ഏൽപ്പിക്കാൻ കൊള്ളാകുന്ന നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. വിശ്വസിപ്പാൻ കൊള്ളാകുന്ന നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്. അവൻ്റെ ആ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങൽ നിങ്ങൾ തൊട്ടുരുമിക്കൊണ്ട് പോവുകയാണ്. അവനെ നിങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കാം. നാഥാ, എന്നെ തൊടണമേ, എൻ്റെ മേൽ നിൻ്റെ കരം സ്പർശിക്കണമേ, നിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ പട്ടു തൊങ്ങൽ എന്നെ തൊട്ടുരുമി പോകണമേ, എന്നെ ഒന്ന് കഴുകണമേ. നാഥാ, എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം മാറ്റി തരണമേ, എനിക്ക് പുതിയ ജീവിതം തരണമേ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഈ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുമോ? യേശു വന്നിട്ടുണ്ട്. യേശുവിൻ്റെ അരികത്ത് നിൽക്കുന്നുണ്ട്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. യേശു നിങ്ങളെ കരുതുന്നുണ്ട്. യേശു നിങ്ങളെ വാത്സല്യത്തോടെ നോക്കുന്നുണ്ട്. യേശുവിൻ്റെ കരം നിങ്ങളുടെ നേരെ നീട്ടുന്നുണ്ട്. ഒന്ന് മാത്രം ചെയ്യുവീൻ. ഒന്ന് മാത്രം നിങ്ങൾ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുത്തുകൊണ്ട് യേശുവിന് പറയുവീൻ, കർത്താവേ, എന്നെ തൊടണമേ, എന്നെ തലോടണമേ, എൻ്റെ മേൽ നിൻ്റെ കരം വയ്ക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ കരുതുന്നു. യേശുവിന് തിരുരക്തം നിങ്ങളെ കഴുകുന്നു. യേശു നിങ്ങളുടെ രോഗങ്ങൾ മാറ്റുന്നു. യേശു നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റുന്നു. യേശു നിങ്ങൾക്ക് പാപപരിഹാരം നൽകുന്നു. യേശു നിങ്ങൾക്ക് പാപക്ഷമ തരുന്നു. യേശു നിങ്ങൾക്ക് പാപമോചനം തരുന്നു. യേശു മനോരോഗങ്ങൾ മാറ്റുന്നു. യേശു ഹൃദയത്തിൻ്റെ വിഷാദങ്ങൾ മാറ്റുന്നു. യേശു ഫ്രസ്ട്രേഷൻസ് മാറ്റുന്നു. യേശു സമാധാനം തരുന്നു. യേശു നിത്യജീവൻ തരുന്നു. ഇന്ന് കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ ചെല്ലുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ എത്തും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ പറന്നുയരുമ്പോൾ ആ കൂടെ ഞാനും പറക്കുമെന്നുള്ള ധൈര്യം നിങ്ങൾക്ക് ലഭിക്കുന്നു. യേശു നിങ്ങളെ തഴുകുന്നു. യേശു നിങ്ങളെ തലോടുന്നു. യേശു നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശു നിങ്ങളുടെ മേൽ നിവർത്തുന്നു. യേശുവിൻ്റെ തൃക്കരം ഇപ്പോൾ നിങ്ങളുടെ തലമേൽ വയ്ക്കട്ടെ. യേശുവിൻ്റെ തൃക്കരം നിങ്ങളെ തഴുകട്ടെ, തലോടട്ടെ, അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ, അനുഗ്രഹം പകരട്ടെ, ബിറ്റർനെസ് മാറ്റട്ടെ, കയ്പ് മാറ്റട്ടെ, ദുരിതം തീർക്കട്ടെ, എല്ലാ ശാന്തി നിങ്ങളുടെ മേൽ പകരട്ടെ, സമാധാനം വരട്ടെ. യേശുവിൻ്റെ കൃപ നിങ്ങളെ തഴുകി അനുഗ്രഹിക്കട്ടെ. യേശു നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, സ്നേഹവാനേ,
ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ജീവനുള്ള പൊന്നേശുവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. വചനം കേട്ടവരുടെ മേൽ തൃക്കരം വയ്ക്കണമേ കർത്താവേ. തിരക്തത്താൽ കഴുകണമേ കർത്താവേ. നിത്യജീവൻ്റെ ഉറപ്പ് കൊടുക്കണമേ കർത്താവേ. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.